महेश्वरा गुरुर् साक्षात् परब्रह्मा तस्मै श्री गुरवे नमः. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും എൻ്റെ നമസ്കാരം. നാം എല്ലാവരും ഇന്നിവിടെ വളരെ ഭക്തിയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഒത്തുചേർന്നിരിക്കുന്നത് നവരാത്രി ആഘോഷത്തിന്റെ വേളയിലാണ്, അല്ലേ? ദേവിയുടെ ജ്ഞാനം, ശക്തി, ഐശ്വര്യം എന്നിവ കൈവരിക്കുവാൻ കൂടിയാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഏകദേശം 9 രാവുകളോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആഘോഷം ആത്മീയമായ ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ്. നമ്മൾ നവരാത്രി ആഘോഷത്തിന്റെ 1ാമത്തെ ദിവസം ദേവി ദുർഗാദേവിയാണ് നാം ആരാധിക്കുന്നത്. നവരാത്രി നമ്മുടെ മുന്നിൽ വെക്കുന്ന വലിയൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ ശക്തി ഇല്ലാതെ മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല എന്നതാണ്. നവരാത്രി ആഘോഷത്തിന്റെ രണ്ടാമത്തെ ദിവസം അതായത് ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിയെയും പിന്നീടുള്ള 3 ദിവസം ലക്ഷ്മി ദേവിയെയാണ് നാം ആരാധിക്കുന്നത്. അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയെയാണ് നാം ആരാധിക്കുന്നത്. ദേവി ഒരു ശക്തിയാണ്, എന്നാൽ നമുക്ക് ദേവിയെ പല രൂപത്തിലും കാണുവാൻ സാധിക്കും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് നവരാത്രി ആഘോഷം എന്നത്. നവരാത്രി ആഘോഷം അനവധി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ദസറ, അതുപോലെ തന്നെ വിജയദശമി, നവരാത്രി ആഘോഷം, ദുർഗാപൂജ തുടങ്ങിയ നിരവധി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മഹിഷാസുരനെ വധിക്കുവാൻ വേണ്ടി ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ 3 ദേവതമാർ കഠിനമായ തപസ്സിലേർപ്പെട്ട് രൂപം കൊണ്ട ഒരു ശക്തിയാണ് ചണ്ഡികാ പരമേശ്വരി എന്നത്. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു ശക്തിയാണ് ഈ ദേവത. നവരാത്രി ആഘോഷത്തിലെ ഒരു പ്രധാന ദേവത കൂടിയാണ്. അപ്പോ ഇന്ന് നവരാത്രി ആയതുകൊണ്ടാണ് ഞാൻ നവരാത്രി ആഘോഷത്തെ പറ്റി 2 വാക്ക് സംസാരിച്ചത്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ കിട്ടിയ വിഷയം ശ്രീമദ് ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന വിഷയമാണ്. അപ്പോ മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിലെ 25 മുതൽ 42 വരെയുള്ള കാര്യങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളിലായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അർജുനന്റെയും സംഭാഷണങ്ങളായി, അർജുനനാവുന്ന മനുഷ്യന്റെ സംശയങ്ങളായി പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ എതിരാളികൾ തന്റെ കുടുംബം തന്നെയാണെന്ന് അറിഞ്ഞ സമയത്ത് അർജുനന്റെ മനസ്സാണ് തകർന്നു പോയത്. ആ തകർന്നുപോയ മനസ്സിനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒട്ടനവധി ഉപദേശങ്ങൾ നൽകിയാണ് യുദ്ധത്തിനായി തയ്യാറാക്കിയെടുക്കുന്നത്. എന്താണ് ഭഗവത്ഗീത എന്ന് അതിന്റെ ധ്യാന ശ്ലോകത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. സർവോപനിഷദോ ഗാവോ ഗോപ്താ ഗോപാല നന്ദന പാർത്തോ വത്സ സുധീർഭോക്താ ദുഃഖം ഗീതാമൃതം മഹത്. സർവ ഉപനിഷത്തുകളാവുന്ന പശുക്കിടാവിനെ മുൻനിർത്തി കറുന്നെടുക്കുന്ന നറുപാലാണ് ശ്രീമദ് ഭഗവത്ഗീത എന്നാണ് പറയുന്നത്. എന്താണ് ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടനവധി മതങ്ങളുണ്ടല്ലോ. ഇസ്ലാം മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്, ഹിന്ദു മതമുണ്ട്. ക്രൈസ്തവ മതത്തിന്റെ മതഗ്രന്ഥം ഏതാണെന്ന് അറിയാം? അറിയില്ലേ നിങ്ങൾക്ക്? ക്രൈസ്തവ മതത്തിന്റെ മതഗ്രന്ഥം ഏതാണെന്ന്? ബൈബിൾ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥം ഏതാണ്?
ഖുറാനാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തിന്റെ നമ്മുടെ മതഗ്രന്ഥം ഏതാണ്? മഹാഭാരതം അല്ല, മഹാഭാരതമല്ല, രാമായണം അല്ല. ഏതാണ്? ഭഗവത്ഗീതയല്ല. ആ ഭാഗത്തുനിന്ന് മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുന്നുള്ളൂ. പുറത്തുനിന്ന് വരട്ടെ. ഏതാണ് ഹിന്ദുക്കളുടെ മതഗ്രന്ഥം? ബാക്കിയുള്ളവരെല്ലാം മതഗ്രന്ഥം അറിയാം, നമ്മുടെ മതഗ്രന്ഥം അറിയില്ല. ആർക്കും അറിയില്ല. അവിടെ എന്തോ പറയുന്നുണ്ട്, ഒച്ചത്ത് പറ. നമ്മുടെ മതഗ്രന്ഥം എന്ന് വേദങ്ങളാണ് നമ്മുടെ മതഗ്രന്ഥങ്ങൾ. അപ്പോ സർവ ഉപനിഷത്ത്, അതായത് നമുക്ക് ഏകദേശം ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പല ഗ്രന്ഥങ്ങളും. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നമുക്ക്. ശ്രീമദ് ഭഗവത്ഗീതയുണ്ട്, മഹാഭാരതമുണ്ട്, രാമായണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, അങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ അവയൊക്കെ പഠിച്ചെടുക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, അല്ലെ? മഹാഭാരതത്തിൽ തന്നെ 1,28,000 ശ്ലോകങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചെടുക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗീത നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സർവ്വ ഉപനിഷത്തുകളിൽ നിന്നും കറുന്നെടുത്ത നറും പാല എന്നാ പറയുന്നത്. നറും അമൃത്. പാലിനെ പറ്റി പറയേണ്ടി വരില്ല. പാലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? വെണ്ണ ഉണ്ടാക്കാം, നെയ്യ് ഉണ്ടാക്കാം, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഉണ്ടാക്കാം, അല്ലെ? അപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് ഒരു ടീച്ചർക്ക് ടീച്ചറുടേതായ വഴിയിൽ ശ്രീമദ് ഭഗവത്ഗീത ഉപയോഗിക്കാം. അഡ്വക്കേറ്റിന്റേതായ വഴിയിൽ ഉപയോഗിക്കാം. ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടേതായ രീതിയിൽ ഉപയോഗിക്കാം. ആർക്ക് വേണമെങ്കിലും ശ്രീമദ് ഭഗവത്ഗീത ഉപയോഗിക്കാം. അപ്പോ ഈ കറന്നെടുത്ത നറുപ്പാല്, ഈ അമൃത് അവിടെയുള്ള പശുക്കിടാവിന് നൽകുകയാണ്. ആരാണ് അവിടെ പശുക്കിടാവായുള്ളത്? അർജുനനാവുന്ന മനുഷ്യരാണ്. അർജുനനാണ് അവിടെയുള്ളത്. നമുക്ക് തരുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇത്രയും സർവ്വ ഉപനിഷത്തുകളിൽ നിന്നും കറന്നെടുത്ത നറുപ്പാല്, ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്ന അമൃത് നമുക്ക് എല്ലാവർക്കും തരുകയാണ്. അപ്പോ എല്ലാവരും പറയും, അമൃത് കുടിച്ചാ മരിക്കൂലല്ലോ. അപ്പൊ ശ്രീമദ് ഭഗവത്ഗീത പഠിച്ചാ പോരെ? നമ്മൾ ആരും മരിക്കൂലല്ലോ. ശ്രീമദ് ഭഗവത്ഗീത പഠിച്ചാൽ മരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമുക്ക് ഏതൊരു സന്ദർഭത്തെയും തരണം ചെയ്ത് മുന്നേറാനുള്ള ഒരു യാന്ത്രികമായ പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുമെന്നാണ്. ഏതൊരു പ്രശ്നത്തെയും സാക്ഷാൽ നമ്മൾ അർജുനനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, തന്റെ എതിരാളികൾ തന്റെ കുടുംബമാണെന്ന് അറിഞ്ഞപ്പോൾ ഇല്ലാതാവുകയാണ് ചെയ്തത്. യുദ്ധത്തിൽ നിന്നും പുറകോട്ട് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു സാഹചര്യത്തെയും തരണം ചെയ്ത് മുന്നേറാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന പല വാർത്തകളും ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് മാസം പുറകോട്ട് പോവുകയാണെങ്കിൽ, ബഹിരാകാശ യാത്ര നടത്തി വന്ന സുനിത വില്യംസിന്റെ വാക്കുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തുമ്പോൾ ഭൂമിയിൽ നിന്നും കൊണ്ടുപോയത് 2 സാധനങ്ങൾ, വെറും 2 സാധനങ്ങൾ. അത് ഒന്ന് ശ്രീമദ് ഭഗവത്ഗീതയും ഒന്ന് വിഘ്നേശ്വരന്റെ വിഗ്രഹവുമാണ്, ചെറിയ ഗണപതിയുടെ വിഗ്രഹം. എന്തുകൊണ്ടാണ്? നമുക്ക് ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ വേദങ്ങൾ, പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം, ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അതൊന്നും കൊണ്ടുപോവാതെ ശ്രീമദ് ഭഗവത്ഗീത എന്തുകൊണ്ട് കൊണ്ടുപോയി? അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളോ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് പലർക്കും ശ്രീമദ് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളുടെ മഹത്വം മനസ്സിലാവുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയെ സ്പിരിച്വൽ മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയും, എന്താ പണിക്കൊന്നും പോകണ്ടല്ലോ, ശ്രീമദ് ഭഗവത്ഗീതയും വായിച്ചിരുന്നാ പോലെ. അപ്പൊ ഇപ്പോ ആ ഒരു അമ്മമ്മ ശർക്കര കഴിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മമ്മക്കല്ലേ അറിയൂ അതൊരു മധുരമുള്ള സാധനമാണ്. ഇവിടുന്ന് നോക്കുന്ന എനിക്കറിയില്ലല്ലോ അതൊരു മധുരമുള്ള സാധനമാണ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളും. അതിന്റെ ഉള്ളിൽ ചെന്ന് പഠിച്ചാൽ മാത്രമേ അതിന് തക്കതായ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ 2-ാം അധ്യായത്തിലൂടെ
നമ്മളോട് പറയുന്നു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂ സംഗോസ്ത്വകർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ എന്നാണ് പറയുന്നത്. ആദ്യം നിന്റെ കർമ്മം നീ വളരെ ആനന്ദകരമായും സന്തോഷത്തോടു കൂടിയും ചെയ്യൂ എന്ന്. നമ്മളെല്ലാവരും ആദ്യം ഫലം ലഭിക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ നമ്മളെ കർമ്മം ചെയ്യൂ അല്ലേ. ഇപ്പോ ഒരാൾക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അവരെന്ത് ചോദിച്ചാല്, ദൈവമേ ദൈവത്തിന് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം, എന്നാ പൂജയെ എന്നാ വേണ്ട വെച്ചാൽ ഞാൻ തരാം, ആ 10 ലക്ഷം രൂപ ഒന്ന് കടം മാറ്റി തരണം തരും. ദൈവത്തിന് വന്ന് അടച്ചരാനാവില്ലല്ലോ 10 ലക്ഷം രൂപ കടം. നമ്മൾ തന്നെ പണിയെടുത്ത് നമ്മൾ തന്നെ സമ്പാദിച്ചിട്ട് വേണ്ടേ ആ കടം തീർക്കാൻ. അതുപോലെ തന്നെ ഇപ്പൊ വിദ്യാർത്ഥികളാണ്, ഇതുവരെ അമ്പലത്തിൽ പോവാത്ത വിദ്യാർത്ഥി വരെ പരീക്ഷയുടെ തലേന്ന് പോയിട്ട് പറയൂ, ദൈവമേ എനക്ക് നാളെ പരീക്ഷ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് ആൻസർ ഒക്കെ ലഭിക്കണം. ഭഗവാന് വന്ന് പരീക്ഷ എഴുതി തരാൻ കഴിയൂലല്ലോ. നമ്മൾ തന്നെ പഠിച്ച് നമ്മൾ തന്നെ പണിയെടുത്ത്, കടമാണെങ്കിൽ അത് നമ്മൾ തന്നെ വീട്ടണ്ടേ, അല്ലെങ്കിൽ പരീക്ഷയാണെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചെഴുതണ്ടേ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കർമ്മം നമ്മൾ വളരെ ആനന്ദകരമായും സന്തോഷത്തോടു കൂടിയും ചെയ്യുകയാണെങ്കിൽ അതിന് തക്കതായ ഫലം ഭഗവാൻ നമുക്ക് തരുമെന്നാണ് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീത അമ്മയാകുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് അമ്മയാകുന്നത്? അമ്പത്വാമനുസന്നദാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. ഇവിടെ ഒരുപാട് അമ്മമാരുണ്ടല്ലോ. അമ്മമാരുടെ ചുമതല കുട്ടികളെ നോക്കൽ മാത്രമാണ്. എന്താണ് അമ്മമാരുടെ പണി? എന്താണ് ശരിക്കും എന്താണ് അമ്മമാര് കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താണ്? ഒരാൾക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയാനാവുക? ഒരാള് ആരെങ്കിലും ഒരാള് വെറുതെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ അവർക്ക് ഭക്ഷണമാക്കി കൊടുക്കുക, അവരെ ഡ്രസ്സ് എടുത്ത് വെക്കുക, ഇതൊക്കെയാണ് അമ്മ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിറ്റേന്ന് കുട്ടി വൈകുന്നേരം വന്നാൽ അവരെ ഡ്രസ്സ് അലക്കി ഇടുക, ഇത് മാത്രമാണോ ചെയ്യേണ്ടത്? ആണോ? ഇത് മാത്രമേ ചെയ്യണ്ടൂ? അല്ല. കുട്ടിയെ നേർവഴിക്ക് നയിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അമ്മയിൽ പ്രധാനമായിട്ടുണ്ടല്ലേ. അത് തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയും ചെയ്യുന്നത്. അത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏതാണ് ശരിയായ വഴി, ഏതാണ് തെറ്റായ വഴി എന്ന് ശ്രീമദ് ഭഗവത്ഗീത കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ശരിയായ വഴി, ഇതാണ് തെറ്റായ വഴി, അതിലൂടെയാണ് നമ്മൾ പോവേണ്ടത്, അല്ലെങ്കിൽ ഇതിലൂടെ പോവാൻ പാടില്ല എന്ന് ശ്രീമദ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്ത് ഞാനൊരു കഥ പറയാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണല്ലോ വിവേകാനന്ദൻ എന്ന്. എല്ലാവർക്കും അറിയില്ലേ വിവേകാനന്ദൻ? സ്വാമി വിവേകാനന്ദൻ എല്ലാവർക്കും അറിയില്ല. സ്വാമി വിവേകാനന്ദൻ പണ്ട് എൻ്റെയൊക്കെ പ്രായത്തിൽ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, പുതിയൊരു സ്കൂൾ പൂട്ടി ജൂണിൽ തുറന്ന സമയമായിരുന്നു. അപ്പോൾ രാവിലെ അമ്മേനോട് പറഞ്ഞ അമ്മേനെ സ്കൂളിലേക്ക് പോക്കാന്നോട് വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് ചെന്ന് അപ്പോൾ സ്കൂളിൽ പുതിയൊരു ടീച്ചറായിരുന്നു, ക്ലാസ് ടീച്ചർ. അപ്പോൾ ആ ടീച്ചർ ആദ്യം എല്ലാവരോടും പരിചയപ്പെട്ട് പിന്നെ ചോദിച്ച്, നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരോടും പറയാൻ പറഞ്ഞ്, വിവേകാനന്ദന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന എല്ലാവരും പറഞ്ഞ്, ഇപ്പുറത്ത് നിൽക്കുന്നവൻ പറഞ്ഞ എൻ്റെ അച്ഛൻ ബിസിനസ്മാൻ ആണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. ഇപ്പുറത്ത് നിൽക്കുന്നവൻ പറഞ്ഞ്, ഓ എൻ്റെ അച്ഛൻ ജർമ്മനിയിൽ, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞ് അവസാനം വിവേകാനന്ദന്റെ അടുക്ക് വന്നു. വിവേകാനന്ദൻ എണീച്ച് നിന്നിട്ട് പറഞ്ഞു, അനക്കൊരു കുതിരവണ്ടിക്കാരനാകാനാണ് ആഗ്രഹം. ആ സമയത്ത് ആ ക്ലാസ്സിലുള്ള ടീച്ചർ അടക്കം കുട്ടികളും എല്ലാവരും ചിരിച്ച്. അത്രക്ക് എന്താ പറയാ, വിവേകാനന്ദൻ ഇല്ലാതാക്കി. വിവേകാനന്ദന് സങ്കടമായി, എന്താ പറയാ, വിവേകാനന്ദന് വളരെ വിഷമായി. അങ്ങനെ ടീച്ചർമാരും കളിയാക്കിയല്ലോ. സാധാരണ ടീച്ചർമാർ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിയല്ലേ, ടീച്ചർമാരും കളിയാക്കി, ടീച്ചർമാരും ചിരിച്ച്. അപ്പോ വളരെ വിഷമായി. സ്കൂള് വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മ ചോദിച്ചു, എടാ എന്താ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന, എന്നാ നിൽക്കുന്ന പ്രശ്നമൊന്നും?
അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, അമ്മേ സ്കൂളിൽ പോയപ്പോൾ പുതിയൊരു ടീച്ചറായിരുന്നു, ക്ലാസ് ടീച്ചർ എല്ലാവരോടും ആഗ്രഹം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുതിരവണ്ടിക്കാരനാകണം എന്നാണ്. അപ്പൊ എല്ലാരും ചിരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ ഇതിലാണോ സങ്കടപ്പെടുന്നത്? നീ പോയി കുളിച്ചിട്ട് വരാൻ, അപ്പൊക്കേക്ക് ഭക്ഷണം എടുത്തു വെക്കാന്ന്. അപ്പൊ അമ്മേന്റെ വാക്ക് അനുസരിച്ചിട്ട് വിവേകാനന്ദൻ കുളിച്ചു മാറ്റി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഭക്ഷണം കഴിക്ക്, ബാക്കി എന്നിട്ട് നമുക്ക് പറയാമോ. വിവേകാനന്ദൻ ഭക്ഷണം കഴിച്ചു, കൈയൊക്കെ കഴുകി വന്ന് അമ്മ ആ വീട്ടിലെ പൂജാ റൂമിൽ ചെന്ന് വിവേകാനന്ദനെയും കൂട്ടിയിട്ട് അവിടത്തേക്ക് പോയിട്ട് പറഞ്ഞു, അർജുനന്റെ രഥം മുന്നോട്ട് നയിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ വെറുതെ അപ്പുറത്തെ വീട്ടിലെ ദാമോണ്ണ പോലെ വെറും ഒരു കുതിരവണ്ടിക്കാരനായ പോരാ, അർജുനന്റെ രഥം മുന്നോട്ട് നയിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരു കുതിരവണ്ടിക്കാരനാകണമെന്ന്. അന്ന് ആ അമ്മ പറഞ്ഞ വാക്കായിരിക്കാം ഇന്ന് വിവേകാനന്ദനെ ഇങ്ങനെയൊരു നിലയിലെത്തിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാം അമ്മയാണ് അല്ലെ. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ആദ്യം അമ്മയാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നേർവഴിക്ക് നയിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിലും അത് തന്നെയാണ്. ശരിയായ കാര്യങ്ങൾ മാത്രമേ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു. ഇന്നത്തെ സമൂഹം എങ്ങനെയാണെന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷനാണ്, ജ്ഞാനമല്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളൊക്കെ ലഹരി പോലുള്ള പല വസ്തുക്കൾക്കും അടിമപ്പെടുന്നത്. നമ്മളിപ്പോൾ പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മുടി മുറിച്ചതിന്, അമ്മ വഴക്ക് പറഞ്ഞതിന്, ഫോൺ കൊടുക്കാത്തതിന്, എല്ലാത്തിനും ആത്മഹത്യ ചെയ്യുന്ന, സൂയിസൈഡ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ശ്രീമദ് ഭഗവത്ഗീത പഠിച്ച ഒരു വിദ്യാർത്ഥി പോലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീമദ് ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളോട് പറയുന്നു, യഥാ സംഹരതേ ചായം കൂർമോഗാനീവ സർവശഃ ഇന്ദ്രിയാർദ്ദേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ആമ തന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ തന്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ്. ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ? നമ്മുടെ മനുഷ്യരുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ അങ്ങോട്ടേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഉത്തരം തരണം, അല്ലെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. ഇങ്ങോട്ടേക്ക് ഒരാൾ ഉത്തരം, ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ മതി, എന്നാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് ഉത്തരം പറയാൻ തുടങ്ങും. ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ? ആർക്കും ഒരാൾക്ക്, നേരത്തെ ഞാൻ ചോദിച്ചിട്ട് ആരും നിന്നിട്ടില്ല, എന്നാലും ചോദിക്കുക, ആർക്കും ഒരാൾക്ക് ഒന്ന് നിന്നിട്ട് പറയാനാവോ ആ 5 ഇന്ദ്രിയങ്ങളെ പേര്? ആവുന്ന അത്രയും പറഞ്ഞാവോ? അറിയുന്നു. ഒരാൾക്ക് ഒരു ഇന്ദ്രിയങ്ങളെ അറിയില്ല, പഞ്ചേന്ദ്രിയങ്ങൾ ഒരു ഇന്ദ്രിയം പോലും അറിയില്ല. പറ. കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, ചെവി. 5 ഇന്ദ്രിയങ്ങളെ അല്ലെ? ആർക്കും നിന്നിട്ട് പറയാനാവില്ല അല്ലെ? അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആരാണോ ജീവിതത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് അവർ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. കണ്ണുകൊണ്ട് നമുക്ക് നല്ല കാഴ്ചകളും കാണാം, മോശമായ കാഴ്ചകളും കാണാം. നമ്മൾ കാണേണ്ടത് നല്ല കാഴ്ചകളാണ്. അതുപോലെ തന്നെ മൂക്കുകൊണ്ട് നല്ല ശ്വസനങ്ങളും ഏൽക്കാം, മോശമായതും. നമ്മൾ ഏൽക്കേണ്ടത് നല്ലത് മാത്രം. പഞ്ചേന്ദ്രിയത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് നാവ് എന്നത്. നാവ് കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് രുചിച്ചു നോക്കുകയും ചെയ്യാം, ഒന്ന് സംസാരിക്കുകയും ചെയ്യാം അല്ലെ. രുചിച്ചു നോക്കുന്ന സമയത്ത് നല്ലതും രുചിക്കാം, മോശമായതും രുചിക്കാം. നമ്മൾ രുചിക്കേണ്ടത് നല്ലതാണ്. സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിന്റെ തുമ്പത്ത് വികട സരസ്വതിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അനേകം ശത്രുക്കളെയാണ് സൃഷ്ടിക്കുവാൻ സാധിക്കുക. മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും ഒക്കെയാണ് പറയുന്നതെങ്കിൽ ശത്രുക്കളെയല്ലേ സൃഷ്ടിക്കുവാൻ സാധിക്കുക അല്ലേ? മറിച്ച് നമ്മുടെ നാവിന്റെ തുമ്പത്ത് സരസ്വതിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അനേക നല്ല ബന്ധങ്ങളെയാണ് സൃഷ്ടിക്കുവാൻ സാധിക്കുക.
മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് നല്ല 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 ബന്ധങ്ങളാണ് സൃഷ്ടിക്കുവാൻ സാധിക്കുക. അതല്ലേ നമുക്ക് നല്ലത് ചെയ്യുക, നല്ല ഗുണം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളൊരു വീടെടുത്ത് നോക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ കലഹം, അച്ഛനും മക്കളും തമ്മിൽ കലഹം, അമ്മയും മക്കളും തമ്മിൽ കലഹം. ഇങ്ങനെയാകുന്ന സമയത്ത് അവർക്ക് അവിടെ ശാന്തത കൈവരിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എല്ലാവരും രാവിലെ ഒരുമിച്ച് എഴുന്നേറ്റ് ആ വീട്ടിലെ പണിയൊക്കെ ഒപ്പരം തീർത്ത് അടുത്തുള്ള ഒരു അമ്പലത്തിൽ എല്ലാവരും ഒന്ന് കുളിച്ച് എല്ലാവരും ഒപ്പരം നടന്നിട്ട് വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ചെന്ന് അവിടെ തൊഴുതതിന് ശേഷം തിരിച്ചു വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് അച്ഛൻ്റെ ജോലിക്കും അമ്മ അമ്മയുടെ ജോലിക്കും കുട്ടികൾ സ്കൂളിലേക്കും പോവുകയും തിരിച്ചു വൈകുന്നേരം ഒപ്പരം വരികയും എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് കുറച്ച് സമയം ഒപ്പരം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് ശാന്തത കൈവരിക്കുവാൻ സാധിക്കുകയാണ്. എന്നാൽ നമ്മൾ ആരും തന്നെ അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയും പ്രശ്നങ്ങൾ നമ്മളെ തേടി വരികയാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരുന്നതല്ല, നമ്മൾ പ്രശ്നങ്ങളെ തേടി പോവുകയാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്, പ്രശ്നം ഇങ്ങോട്ടേക്കല്ല. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നു, ഉദ്ധരേതാത്മനാത്മാനം ജ്ഞാത്വാ നമസായതേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു രാത്മൈവ രിപുരാത്മനാ. ഒരു സമ്പൂർണ്ണ ശാസ്ത്രം എന്ന നിലയിൽ ഗീത സത്യത്തെ മാത്രമേ മാനിക്കൂ എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ശ്ലോകം. ഉദ്ധരേതാത്മനാത്മാനം എന്നാണ് പറയുന്നത്. നിന്നെ നീ തന്നെ ഉയർത്തുകയെന്ന്. എങ്ങനെയാണ് എന്നെ ഞാൻ തന്നെ ഉയർത്തുന്നത്? ഒരിക്കലും നിന്നെ നീ തന്നെ താഴ്ത്തുവാൻ പാടില്ല എന്ന് അടുത്ത വരിയിൽ പറയുന്നു. ഞാൻ നേരത്തെ പഞ്ചേന്ദ്രിയങ്ങളാ നിങ്ങളോട് ചോദിച്ചല്ലോ, ഒരാളെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറയുമോ? ഒരാൾ പോലും എഴുന്നേറ്റ് നിന്നില്ല. അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ഭഗവാൻ പറയുന്നു ഉദ്ധരേതാത്മനാത്മന, നിന്നെ നീ തന്നെ ഉയർത്തുകയെന്ന്. ഞാൻ നേരത്തെ ചോദിച്ച സമയത്ത് ആരും നിങ്ങളെ തന്നെ ഉയർത്തിയില്ല, നിങ്ങളെ തന്നെ ഇല്ലാതാക്കുക ചെയ്തത്. കാരണം താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തിക്കെട്ടി ഒന്നും ഇല്ലാതെ ആയില്ലേ. അപ്പോ ഭഗവാൻ പറയുന്നു നിന്നെ നീ തന്നെ ഉയർത്തുകയെന്ന്. അടുത്ത വരിയിൽ പറയുന്നു നിന്റെ ബന്ധുവും നീ തന്നെയാണ്, നിന്റെ ശത്രുവും നീ തന്നെയാണ്. എങ്ങനെയാണ് എന്റെ ബന്ധുവും ഞാൻ തന്നെ എന്റെ ശത്രുവും ഞാൻ തന്നെയാവുന്നത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ നാവിന്റെ തുമ്പത്ത് സരസ്വതിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അനേകം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും, അല്ലേ? എന്നാൽ മറിച്ച് നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും ഒക്കെ പറയുമ്പോൾ നമുക്ക് അനേകം വേണ്ടാത്ത ബന്ധങ്ങളാണ് സൃഷ്ടിക്കാൻ സാധിക്കുക. അപ്പോ നമ്മൾ തന്നെയാണ് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ ബന്ധുവും ഞാൻ തന്നെയാണ്, എന്റെ ശത്രുവും ഞാൻ തന്നെയാണ്. കാരണം ഞാൻ തന്നെയല്ലേ ശത്രു ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ ശത്രു ഞാൻ തന്നെയല്ലേ. അപ്പോ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഉയർത്തണമെന്നാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഉയർത്തണമെങ്കിൽ ഞാൻ അമ്പലങ്ങളിൽ പോവേണം. അമ്പലങ്ങളിൽ ചെന്നാൽ എനിക്ക് എന്നെ തന്നെ ഉയർത്തുവാൻ സാധിക്കും. തീർച്ചയായും സാധിക്കും. കാരണം അമ്പലം എന്നത് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും സംഗമിക്കുന്ന ഒരേ ഒരു ഇടമാണ്. അപ്പൊ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുകയാണ്. ഒരു പോസിറ്റീവായ ഒരു എനർജി നമുക്ക് ലഭിക്കുകയാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് പ്രിയം പ്രാപ്യാനോതി ചേത് ചാച്ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി തേ സ്ഥിതാ. നമുക്ക്
ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം വാർത്തകളിൽ നമുക്ക് സങ്കടമായ കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട് അല്ലേ? സൂയിസൈഡ് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരനെ തല്ലിക്കുന്നതും ലഹരിക്ക് അടിമപ്പെടുന്നതൊക്കെ. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൗതികമായ കാര്യങ്ങളും ആധ്യാത്മികമായ കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്നത്. പണ്ടുകാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടുകാലത്തുള്ള ആൾക്കാർ ഭൗതികമായ കാര്യങ്ങളും അതുപോലെ തന്നെ ആധ്യാത്മികമായ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് ഒപ്പരം കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്. ഇപ്പൊ നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ എവിടെയാണോ ലഭിക്കുന്നത് അവിടത്തേക്കാണ് നമ്മൾ പോവുക. അതുകൊണ്ടാണ് ആധ്യാത്മികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാത്തത്. ഇവിടെ സന്ധ്യാനേരത്ത് എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് നാമം ജപിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈ ഉയർത്തുക. സന്ധ്യാനേരത്ത് എല്ലാ ദിവസവും വീടുകളിൽ കൈ ഉയർത്തുന്ന ആൾക്കാർ കുറെ ആൾക്കാരെ താഴെ ഒന്ന് ഉയർത്തി. സന്ധ്യാനേരത്ത് എല്ലാ ദിവസവും ഇത്രയും ആൾക്കാരേ ഉള്ളൂ? ഇത്രയും ഏകദേശം 50% 25% അത്രേ ഉള്ളൂ, പകുതി ആൾക്കാരേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ എല്ലാവരും വീടുകളിൽ സന്ധ്യാനേരത്ത് നാമം ജപിക്കണം. ഒന്നുമില്ലെങ്കിൽ ഓം നമഃ ശിവായ അതെങ്കിലും ചൊല്ലിയാൽ മതി. അതെല്ലാവർക്കും അറിയായിരിക്കല്ലോ. എന്തായാലും എന്തെങ്കിലും ഒരു ശ്ലോകമെങ്കിലും ഒരാൾക്ക് അറിയാം. അപ്പൊ എല്ലാവരും സന്ധ്യാനേരത്ത് നാമം ജപിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. എവിടെയാണോ നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളുള്ളത് അവിടത്തേക്ക് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് ഇപ്പോൾ ആരും പ്രാധാന്യം നൽകാത്തത്. എന്നാൽ നമ്മൾ ഇന്നു മുതൽ അങ്ങനെ ആയിരിക്കരുത്. ഭൗതികം പ്ലസ് ആധ്യാത്മികം രണ്ടും ഒപ്പരം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പണ്ടുണ്ടായ ആ ഒരു രീതിയിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ പല ദുഃഖമുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും വീടുകളിൽ സന്ധ്യാനേരത്തിൽ നാമം ജപിക്കണം എന്ന് മാത്രം പറയുകയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണുക, ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടുവാൻ വേണ്ടി നല്ലവണ്ണം കഠിനമായ തപസ്സിൽ, അതായത് അതിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യുക, കഠിനമായി പ്രയത്നിക്കുക. എന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായും ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടുവാൻ സാധിക്കും. അപ്പൊ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മളെല്ലാവരും ഇപ്പൊ വീടുകളിൽ വാഷിംഗ് മെഷീനും TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ. അപ്പൊ നമ്മൾ അത് ഷോപ്പിൽ നിന്നും മേടിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ ഒരു ബുക്ക് ലഭിക്കും, ഇൻഫർമേഷൻ ബുക്ക് എന്ന് പറയാം. പക്ഷെ നമ്മൾ ആരും തന്നെ ആ ഒരു ബുക്ക് ഉപയോഗിക്കാത്തവരാണ്. കാറ്റലോഗ് എന്ന് പറയും. അതിൻ്റെ അകത്ത് ഇതെങ്ങനെ ഉപയോഗിക്കണം, എന്തിനിത് ഉപയോഗിക്കണം, ഇന്നേ വസ്ത്രം അലക്കുന്ന സമയത്ത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇന്നേ വസ്ത്രം അലക്കുമ്പോൾ ഇന്നേ രീതിയിൽ ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആരും തന്നെ ആ ഒരു കാറ്റലോഗ് ഉപയോഗിക്കാത്തവരാണല്ലേ. എന്നാൽ നമ്മൾ കുറച്ചു കാലം അത് ഉപയോഗിച്ച് അതൊരു തകരാറായി പിന്നെ അത് നന്നാക്കാൻ ആളെ വരുത്തുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഈ കാറ്റലോഗ് നോക്കിയിട്ടാണോ ഇതൊക്കെ ഉപയോഗിച്ചത്? നമ്മൾ കാറ്റലോഗാ, അയ്യോ നമ്മളതൊന്നും ഉപയോഗിച്ചില്ല, നമ്മൾ ഇത് മുന്നേ ഉപയോഗിച്ചാണ്, അപ്പൊ നമ്മൾ അതിൻ്റെതായ നമുക്കറിയുന്ന രീതിയിൽ ഉപയോഗിച്ചെന്ന് പറയും. അപ്പൊ അവർ പറയും, എന്നിട്ടാ ഇത് കംപ്ലൈന്റ് ആയെന്ന് പറയുന്നത്, നിങ്ങൾ അത് നോക്കി ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത പോലുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളും. ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ. എല്ലാവരും പറയും ഇതൊക്കെ വയസ്സായി റിട്ടയർഡൊക്കെ ആയിട്ടാകുമ്പോ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ പാടുള്ളൂ, രാമായണവും മഹാഭാരതവും. ഇതിന് ഒരു വയസ്സോ ഏജ് ലിമിറ്റോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു, ഞാനൊരു ഗീതാമൃതം വിദ്യാർത്ഥിയാണ്. ഞാൻ 4 വർഷമായി ശ്രീമദ് ഭഗവത്ഗീത പഠിക്കുന്നു.
ഗീതാമൃതം എന്നാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ പേര്. അതില് UKG പഠിക്കുന്ന കുട്ടി മുതൽ വലിയ ആളുകൾ വരെ, എക്സൈസ് ഓഫീസർ വരെ ആ ഒരു ക്ലാസ്സിലുണ്ട്. അത് എല്ലാ കൊല്ലവും ജനുവരി കൊല്ലം തുടങ്ങുമ്പോൾ ജനുവരി മാസം മുതലാണ് ഓരോ ബാച്ചായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ 4ഓളം ബാച്ചുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഒരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ആർക്കു വേണമെങ്കിലും പഠിക്കാം. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇതുപോലുള്ള ശ്രീമദ് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ കണ്ട് അതിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി നല്ലവണ്ണം കഷ്ടപ്പെടുക. എന്നാൽ ഒരു ദിവസം തീർച്ചയായും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഞാനൊരു ചെറിയ കഥ കൂടി പറയുകയാണ്. അർജുനനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളാണ് അർജുനൻ, അല്ലെ? എല്ലാവർക്കും അറിയില്ലേ അർജുനനെ? അറിയില്ലേ? അർജുനനും അർജുനന്റെ 2 കൂട്ടുകാരും പണ്ട് ഒരു പരീക്ഷ പോലെ ഒരു ഇതുണ്ടായിരുന്നു, അതിന് പോയി. അപ്പൊ അവിടുത്തെ ഗുരു പറഞ്ഞു, അവർക്ക് കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്പ് ചെയ്തിട്ട് ഒരു പക്ഷീനെ വീഴ്ത്തണമെന്നായിരുന്നു. പക്ഷെ ഇത് അർജുനന്റെ ചങ്ങാതിമാർക്കോ അറിയില്ലായിരുന്നു ഇതായിരുന്നു പരീക്ഷ എന്ന്. അപ്പൊ ഗുരു അവരെ ഓരോ ആൾക്കാരായിട്ട് വിളിച്ചു. അപ്പോ അർജുനന്റെ 1ാമത്തെ ചങ്ങാതിനെ വിളിച്ചു. ചങ്ങാതിനോട് ചോദിച്ചു, അവിടെ ഒറ്റൊരു മരം മാത്രമേ ഉള്ളൂ, ഒരു മരുഭൂമി പോലത്തെ ഒരു പ്രദേശമാണ്, അവിടെ ഒറ്റൊരു മരം മാത്രമേ ഉള്ളൂ. ആ മരത്തിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ അവിടത്തേക്ക് ആ മരത്തിൽ എന്താണ് കാണുന്നതെന്ന്. അപ്പൊ ആദ്യത്തെ ചങ്ങാതി പറഞ്ഞു, ഞാനതിൽ ഒരു പക്ഷീനെ കാണുന്നുണ്ട്, ഒരു കൊമ്പ് കാണുന്നുണ്ട്, പിന്നെ മരം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, നീ പോയിക്കോ, നിന്റെ പരീക്ഷ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോ അർജുനന്റെ 2ാമത്തെ ചങ്ങാതിനെ ചോദിച്ച സമയത്ത് ആദ്യത്തെ ചങ്ങാതി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ഒരു മരം കാണുന്നുണ്ട്, പക്ഷീനെ കാണുന്നുണ്ട്, കൊമ്പ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ചങ്ങാതിനോടും പറഞ്ഞു, നീയും പോയിക്കോ. അങ്ങനെ അവസാനം അർജുനൻ വന്ന സമയത്ത് ചോദിച്ചു, നീ എന്താണ് അവിടെ കാണുന്നതെന്ന്. അർജുനൻ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ഒരു പക്ഷിയുടെ കഴുത്ത് കാണുന്നുണ്ട്. അർജുനൻ കണ്ടെത്ത ആ ഒരു കാര്യം മാത്രമാണ്, പക്ഷിയുടെ കഴുത്ത് കാണുന്നുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു, നീ ഓക്കെ, അമ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ അമ്പ് ചെയ്ത് ആ പക്ഷിയുടെ കഴുത്തിൽ തട്ടി പക്ഷി നിലത്ത് വീണു. അപ്പോ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കാണുക, ആ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി നല്ലവണ്ണം കഷ്ടപ്പെടുക. ആ സമയത്ത് പല പ്രശ്നങ്ങളും വരും. ആ പ്രശ്നങ്ങൾ ഒക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അപ്പോ ഈ ചുരുങ്ങിയ സമയത്ത് ഞാൻ ഇത്ര മാത്രം പറയുകയാണ്. അപ്പൊ ഇന്ന് എനിക്ക് ഇങ്ങനെയൊരു വേദി തന്ന ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകിച്ച് അജിത്തേട്ടനും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രഭാഷണം നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, എൻ്റെ കൂടെ ഈ ഒരു ശ്ലോകം കൂടി ചൊല്ലി നമുക്ക് ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് എന്നെ കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവേപി സുഖിന സന്തോ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖമാപ്നുയാത്. ഓ